എല്ലാ ചങ്കുകൾക്കും നമ്മുടെ ഷെഫ് ലിഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ കിടിലൊരു റെസിപ്പിയുമാണ്. നമ്മുടെ റെസിപ്പിയുടെ പേരാണ് പപ്പായ ഹൽവ. അത് നമ്മളിത് പപ്പായ വെച്ചൊരു കിടിലൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരുടെ വീട്ടിലൊരു കപ്പളം കാണുമല്ലേ? അപ്പോൾ കപ്പളത്തിൽ നിന്ന് ഒരു കപ്പളം കുത്തി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കിടിലൊരു ഹൽവ 4 മണിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പൊളിക്കുമല്ലേ? അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പപ്പായ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളെ പപ്പായ പറിക്കണം. അപ്പോൾ നമ്മുടെ പപ്പായാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ നിന്ന് പറിച്ച് താഴോട്ട് ഇറക്കണം. അപ്പോൾ നമ്മൾ വട്ടി വെച്ച് കുത്തി കപ്പളങ്ങ കുത്തി അങ്ങ് താഴോട്ടിട്ടത്. അപ്പോൾ നമ്മൾ ഈ മുഴുത്ത ഒരു അത്യാവശ്യം മീഡിയം ടൈപ്പ് ഒരു പപ്പായ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തേ നമുക്ക് ഈ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ചെനച്ചൊരു കപ്പളങ്ങ എടുക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ നമ്മളത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ല തൊലിയൊക്കെ കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പപ്പായ നമ്മളൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കുക. നമ്മളൊരു ക്രേറ്ററിനകത്തിട്ട് നല്ലപോലെ ഉരച്ച് നല്ലപോലെ ക്രേറ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു സൈസിൽ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഹൽവയ്ക്ക് പാകമായ രീതി ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്രേറ്റ് ചെയ്ത് നമ്മുടെ പപ്പായ ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ നമ്മുടെ ക്രേറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പപ്പായ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുക. അടുത്തത് നമുക്ക് ഈ പപ്പായ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പാനിലേക്ക് ഒരു ഉരുളി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഗീ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ക്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പപ്പായ അതിലേക്കിട്ട് ഗീയിൽ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പം ഗീയിൽ നമ്മുടെ പപ്പായ നല്ലപോലെ ഒന്ന് വഴറ്റുക. നമ്മുടെ പപ്പായയിലെ വെള്ളം എല്ലാം ഇറങ്ങി വെള്ളമൊക്കെ പോയി പപ്പായ നല്ല ഡ്രൈ ആകുന്ന വരെ നമ്മൾ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റണം. എന്നാലും നമ്മുടെ പപ്പായ നല്ല പക്കായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റുക. നല്ലപോലെ ഒന്ന് വഴറ്റി സെറ്റാക്കി അങ്ങ് ഇടുക. അപ്പോൾ നമ്മുടെ പപ്പായ വഴണ്ട് ഏകദേശം നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വഴറ്റുന്ന സമയത്ത് ഇടയ്ക്ക് ഇത് ഇട്ടിട്ട് പോകരുത്. നല്ല ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പപ്പായ അടിയിൽ പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ അടക്കാതെ തന്നെ നല്ലപോലെ പപ്പായ ഒന്ന് ഇളക്കി വഴറ്റി നല്ല ഡ്രൈ ആകുന്നവരെ നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഓർമ്മയുള്ളൂ, നമ്മൾ നല്ലൊരു ചെനച്ച് കപ്പളങ്ങ എടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പഴുത്ത എടുക്കാതെ ഒരു മീഡിയം ടൈപ്പ് ഇരിക്കുന്ന കപ്പളങ്ങ ആയിരിക്കണം. അപ്പോൾ നല്ലൊരു ചെനച്ച ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ വെറും പച്ച എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും. ഏകദേശം ഒരു മീഡിയം ടൈപ്പിലുള്ള കപ്പളങ്ങ പക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പപ്പായ നല്ല സെറ്റ് വഴണ്ട് നല്ല വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് അതിലേക്ക് നമ്മൾ പാല് ഒരു 1/2 ലിറ്റർ പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര കപ്പളങ്ങ എടുക്കുക അതിനാവശ്യമുള്ള പാൽ അതിലേക്ക് ഒഴിക്കുക. പാലൊഴിച്ച ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി നമ്മുടെ പാല് വറ്റിക്കണം. നമ്മുടെ പപ്പായയിലൊരു പാലിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതും നമ്മൾ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ഇതും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കാതെ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമ്മുടെ പാല് തിളപ്പിച്ച് അതിലിട്ട് വറ്റിച്ചെടുക്കുക. നമ്മുടെ പപ്പായയിലേക്ക് പാല് നല്ലപോലെ പിടിക്കുന്ന രീതി നല്ലപോലെ ഇത് വഴറ്റി പിടിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ പപ്പായയിലെ പാല് നല്ലപോലെ വറ്റി പപ്പായയിലേക്ക് പാല് മുഴായിക്കതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതും വറ്റിച്ച് നല്ലൊരു തിക്കാകുന്നവരെ നമ്മൾ നല്ലപോലെ തീയിലിട്ടൊന്ന് സോട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ലായനിന്ന് ജസ്റ്റ് ഒന്ന് ലൂസാകും. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഇളക്കി ഇതുപോലെ നല്ല ടൈറ്റായി കിട്ടുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കി ഈ ഒരു തിക്നെസ് കിട്ടുന്നവരെ നമ്മൾ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനം സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായി നല്ല പഞ്ചസാരയും പാലും ഒക്കെ നമ്മുടെ പപ്പായയെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെച്ചാൽ അല്പം കളറാണ്, ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഈ ഫുഡ് കളർ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇത് അൺഹെൽത്തിയാണ്. ബട്ട് നമ്മുടെ ഹൽവയ്ക്കൊരു ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം കളറും കൂടി ചേർത്ത് നല്ല സ്റ്റൈലായിട്ട് കാണും. അതിനുവേണ്ടി നമ്മൾ അല്പം ഒരു യെല്ലോ കളർ ചേർക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് അൺഹെൽത്തിയാണ്. എല്ലാവരും ആവശ്യമുള്ളവർ മാത്രം ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹൽവയുടെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ കളർ യൂസ് ചെയ്തത്.
അപ്പോൾ നമ്മൾ കളറും കൂടെ ചേർത്ത് നമ്മുടെ ഹൽവ ഒന്ന് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പപ്പായ ഹൽവ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായ ഒരു ഐറ്റമാണ്. വെറും നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മുടെ പറമ്പിലേക്കുള്ള ഒരു പപ്പായ പറിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹൽവയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റി ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കളർ ചേർക്കുമ്പോൾ കളർ ചേർത്തില്ലെങ്കിലും നമുക്ക് കഴിക്കാം, കളർ ചേർക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, സീ യു. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്ക്.